പോയട്രി റൈറ്റിംഗ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തലേദിവസം ചെയർമാനും ടേഹൂണും തമ്മിൽ സംഭവിച്ചതെല്ലാം ഇങ്ങനെ മനസ്സിലോട്ട് വന്നുകൊണ്ടേയിരിക്കും സൂക്ചൂളിന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് മിയോങ് അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവള് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അത് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മിയോങ്ങിന്റെ കോള് വരും. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യസന്ധമായിട്ട് പറയണമെന്ന് മിയോങ് പറയുന്നുണ്ട്. ട്യൂൺ നല്ലതായിരുന്നു, പക്ഷെ ലിറിക്സ് അത്ര നന്നായിട്ട് തോന്നിയില്ല എന്ന് പറയും. മിയോങ് അന്നേരം അവനെ കളിയാക്കും. ഇത് പണ്ട് എനിക്ക് തന്ന ലെറ്ററിൽ ഉണ്ടായിരുന്ന കവിതയാണ്, സൂക്ചൂള് തന്നെ എഴുതിയാണെന്ന് പറയും. ചുമ്മാതല്ല, എനിക്ക് നല്ല പരിചയം തോന്നിയെന്ന് ഇവൻ പറയുന്നുണ്ട്. മിയോങ് അവനെ കളിയാക്കുവാണ്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയത്തില്ല. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും മിയോങ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രണ്ടുപേരും റൈറ്റിംഗ് ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടുമുട്ടും. മിയോങ്ങിന് പക്ഷേ സന്തോഷമാണ്. ഇത് ആരോടും പറയരുത്, ഒരു ഗാങ്സ്റ്റർ ഇതുപോലെയുള്ള ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു എന്ന് കേട്ടാൽ അവർക്ക് അത് ഓടായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെന്താണ്, വേറൊരു രാജ്യത്ത് ഇതുപോലെ ഒരാളുണ്ട്, അയാൾ ബുക്സ് ഒക്കെ എഴുതുകയാണ്. പണ്ട് എനിക്ക് എഴുതിയ ലവ് ലെറ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഒരു റൊമാൻസ് നോവലിസ്റ്റ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മിയോങ് അവനെ പ്രോത്സാഹിപ്പിക്കും. അന്നേരത്തേക്ക് അവർക്ക് ക്ലാസ്സിനുള്ള സമയമാവും. ടേഹൂണെ കൊല്ലാനായിട്ട് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചെയർമാൻ സാങ്മിന്റെ അടുത്ത് ചോദിക്കും. ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, തീരുമാനം എന്ന് അറിയിക്കാന്നാണ് പറഞ്ഞതെന്ന് അയാൾ മറുപടി പറയുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണോ, അധികം ഹെസിറ്റേറ്റ് ചെയ്യുന്ന ആളായിരിക്കരുത്, പെട്ടെന്ന് തന്നെ കാര്യം തീർക്കുന്ന ആളായിരിക്കണം എന്ന് ചെയർമാൻ പറയും. അപ്പൊ അങ്ങനെ തന്നെയുള്ള ആളാണെന്നാണ് സാങ്കളു മറുപടി പറയുന്നത്. സൂക്ചൂട് പിന്നീട് ആ പൈസയുടെ കാര്യം ചോദിച്ചായിരുന്നു. എന്തിനാണ് അവന് അത്രയും വലിയ എമൗണ്ട്, എന്തെങ്കിലും കാര്യം കാണും, അതെന്താണെന്ന് അന്വേഷിക്കണമെന്ന് ചെയർമാൻ അയാളോട് പറയും. ടേഹൂൺ അനിയത്തിയുടെ മെമ്മോറിയൽ സൈറ്റ് വിസിറ്റ് ചെയ്യും. അവർ തമ്മിലുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ അവന്റെ മനസ്സിൽ കൂടി പോകും. ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്ത് വിട്ട് നല്ലൊരാളാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നാണ് അവിടെ നിന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നത്. പിയാനോ ക്ലാസ്സസ് എടുക്കാനായിട്ട് ആളെ വേണമെന്ന് പരസ്യം കണ്ടിട്ട് മിയോങ് ഒരിടത്ത് പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് കാണുമെന്ന് വിചാരിച്ചിട്ട് അവൾ അന്ന് പിന്നീട് അവിടെ പോകാഞ്ഞതാണ്. അന്ന് അവൾക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. വീണ്ടും അവിടെ പോയി ചോദിക്കും. അവര് വേറെ ആളെ എടുത്തിട്ടില്ല. വന്ന് ജോയിൻ ചെയ്തോളൂ, പക്ഷെ ഒരുപാട് പേര് കാണും, അത് കംഫർട്ടബിൾ അല്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് അവിടുത്തെ ആൾ ചോദിക്കുന്നുണ്ടേ. എനിക്കിപ്പോ പ്രശ്നമില്ല, കൂടുതൽ പേരുണ്ടെങ്കിൽ അത്രയും നല്ലതാണെന്ന് മിയോങ് അവരോട് പറയും. സോഹി സൂക്ചൂളിനെ വിളിച്ചിട്ട് പരാതി പറയും. ചേച്ചി ഇന്നലെ ഇതുപോലെ പറഞ്ഞു, ഗാംബ്ലിങ്ങിലേക്ക് തിരിച്ചു പോവുകയാണ്, ഇവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അവൾ വീണ്ടും പോയാൽ എന്ത് ചെയ്യും, അത് തടയണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയും. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ പറയുന്നതെന്ന് സൂക്ചൂട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറയും. പകല് ഡ്രസ്സൊക്കെ അടുക്കി വെക്കൊണ്ടിരിക്കുമ്പോൾ സോക്കിങ് ഉറങ്ങിപ്പോവും. വീട്ടിലേക്ക് ചെല്ലുന്നതും മോനെ കാണുന്നതും അമ്മയെ കാണുന്നതും എല്ലാം അവളിങ്ങനെ സ്വപ്നം കാണും. അച്ഛൻ അവളെ അടിക്കാൻ ഓടിക്കുന്നത് കണ്ടോണ്ടാണ് അവൾ ഞെട്ടി ഉണരുന്നത്. അന്നേരം സോഹിയുടെ കോള് വരും. സൂക്ചൂട് കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരും. റെഡി ആയിട്ട് നിൽക്കണം, മോനെ കൊണ്ടൊന്ന് പുറത്ത് പോയി അവനെ ഒന്ന് കണ്ട് അവൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോന്നാൽ മതി. നിന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം, ഞാൻ അവിടെ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, എൻ്റെ ക്രെഡിറ്റ് കാർഡും ഉണ്ട്, അതും എടുത്തോണ്ട് പോയിട്ട് വേണം അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ സോഹി അവളുടെ അടുത്ത് പറയും. അവൾക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. പതിവില്ലാതെ കുട്ടിയും കൂട്ടി സൂക്ചൂട് പുറത്തേക്ക് പോകുന്നെന്ന് പറയുമ്പോഴത്തേക്കും അമ്മ അവനോട് ചോദിക്കും എന്താണ് പ്രശ്നം എന്ന്. കുഴപ്പമൊന്നുമില്ല, അവൻ വീടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, അവനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയും. കൊണ്ടുപോകുന്നുണ്ട്. കുട്ടി ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. ഒരു സർപ്രൈസ് ആണ്, അവിടെ ചെല്ലുമ്പോൾ നീ അറിഞ്ഞാൽ മതി എന്ന് അവൻ കുട്ടിയുടെ അടുത്ത് പറയും. കുട്ടിയെ കാണുമ്പോൾ സോക്കിയും ഇമോഷണൽ ആവും. കുട്ടിയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അമ്മയെ കണ്ടതാണ്, അതിന് സന്തോഷവും. അവരവിടുന്ന് പാർക്കിലേക്ക് പോകും. അത് കാണുന്ന തന്നെ സൂക്ചൂട് സോക്കിയെ വിളിച്ചിട്ട് നീ എടുത്ത തീരുമാനം നല്ലതായിരുന്നു, രണ്ടുപേർക്കും നല്ല സന്തോഷമായിട്ടുണ്ടെന്ന് പറയും. വീട്ടിൽ തിരിച്ചു ചെല്ലുന്ന ഉടനെ സോഹിങ്ങിനെ കണ്ട കാര്യം അവൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സോഹി അവനെ ഓർമ്മിപ്പിക്കും. അവിടുന്ന് അവരെ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകും. യങ്സുവിനെയും സൂക്ചൂട് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. യങ്സുവിന് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് അവനറിയാം. അവനൊരു ഹെൽപ്പ് ചെയ്തു കൊടുത്തതാണ്. അവനാണ് കുട്ടിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്, കോട്ടൺ ക്യാൻഡി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും, എനിക്ക് വേറെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യങ്സുവിനെ അവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് സൂക്ചൂട്. യങ്സു സൂക്ചൂളിന്റെ അടുത്ത് നന്ദി പറയും. അവന്റെ മനസ്സറിഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്ത ഒരു ഫ്രണ്ട് ആണല്ലോ. എന്തായാലും ഞാൻ മോനെ നോക്കിക്കോളാം, അവന് നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലും കൊണ്ട് വിട്ടേക്കാന്ന് പറഞ്ഞിട്ടാണ് സൂക്ചൂളിനെ അവൻ യാത്രയാക്കുന്നത്. ഡോക്ടർ ഞാൻ പുറത്തേക്ക് പോകുന്നത് കണ്ടതെങ്കിൽ സോഫി അകത്ത് കയറി ആ ടിക്കറ്റ് എവിടെങ്ങാനും ഉണ്ടോ എന്ന് എല്ലായിടത്തും തപ്പി നോക്കും. കുറെ സ്ഥലത്ത് നോക്കിയതിനു ശേഷം ഷർട്ടിന്റെ അകത്തെ പോക്കറ്റിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോഴത്തേക്കും ഡോക്ടർ തിരിച്ചു വരും. അടുത്ത പേഷ്യന്റിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണെന്ന് സോഫി പറയും. അവരുടെ കീഴിലുള്ള നൈറ്റ് ക്ലബ്സിൽ നിന്നും ബാറിൽ നിന്നും ഒക്കെ ഉള്ള കണക്കും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടേഹൂൺ. ഒരു ബാറിന്റെ കാര്യങ്ങൾ മാത്രം കിട്ടിയിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മടിക്കും. അപ്പോൾ ബോക്ചൂൺ ആണ് പറയുന്നത് അത് ചാങ്സുവിന്റെ കീഴിലുള്ള ബാറാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറാണ്, അവിടെ അധികം ആളുകളൊന്നും ചെല്ലുന്നില്ല, എന്തിനാണ് നമ്മൾ വെറുതെ അതും കൂടി നമ്മുടെ കൂട്ടത്തിൽ ചേർക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടേഹൂൺ അവരുടെ പറയുന്നത് അവിടെ നിന്നാണ് ചെയർമാൻ തുടങ്ങിയത്, അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാം അയാൾക്ക് കിട്ടിയത്, അയാൾക്ക് അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതെനിക്ക് വേണം, അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ അഭിമാനത്തിന് ക്ഷതമാവത്തുള്ളൂ, എനിക്ക് അതും കൂടി വേണം എന്നാണ് പറയുന്നത്.
അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടും. അച്ഛൻ്റെ ഒരു രജിസ്റ്റേർഡ് മെയിൽ വരും. അത് പൊട്ടിച്ച് നോക്കുന്നുണ്ടെ കോർട്ടിൽ നിന്നാണ് വീട് ജപ്തി ചെയ്യും എന്നുള്ള അറിയിപ്പാണ്. എന്താണെന്ന് ചോദിച്ചിട്ട് അമ്മ വരുമ്പോഴത്തേക്കും സൂക്ചൂളിന് എന്തോ വന്നതാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അത് ഒളിപ്പിക്കും. കുറച്ച് കഴിയുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫോട്ടോ ഒക്കെ ആയിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് വന്നിരിക്കും. എങ്ങനെയുണ്ട് ഈ അപ്പാർട്ട്മെന്റ്, കൊള്ളാമോ എന്ന് ചോദിക്കും. അപ്പം എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് വിട്ടിട്ട് ലീസിന് ഈ അപ്പാർട്ട്മെന്റ് എങ്ങാനും എടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് മാറാം, അതാവുമ്പോൾ നമ്മുടെ കടമൊക്കെ വീട്ടാനായിട്ട് പറ്റുമല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അമ്മ ആകെ ഇമോഷണൽ ആവും. സൂക്ചുളുടെ അച്ഛന്റെ അച്ഛൻ പണിത വീടാണ്. നമ്മുടെ 3 കുട്ടികളും ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ്. ഇത് വിട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മകളും കൂടി ഇല്ലാതാക്കിയിട്ട് പോവാന്നാണ്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കത്തില്ല. സാങ്കുള് സൂക്ചുളിനെ വിളിച്ചിട്ട് നമ്മളുടെ ആ ബാറിലെ പ്രശ്നമുണ്ട്, എന്താണ് പ്രശ്നം എന്ന് ചെന്ന് നോക്കാനായിട്ട് പറയും. സൂക്ചുള് ചെല്ലുമ്പോൾ അവിടെ ബോക്ചൂണും ചെൻഹോയും ഉൾപ്പെടെ ഫുൾ ടേഹുന്റെ ആൾക്കാരാണ്. എന്താണ് പ്രശ്നം, നിങ്ങൾ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കാനായിട്ട് വന്നതാണോ, നീ അകത്തേക്ക് വന്നേ നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ബോക്ചൂണെ വിളിച്ചോണ്ട് അവൻ പോകും. ബോക്ചൂണെ മാറ്റി ഇരുത്തിയിട്ട് സൂക്ചുൾ ചോദിക്കും, ടേഹുൺ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇത്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവന് ചെയർമാനോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ബാർ ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട് അവന് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നീ കണ്ടില്ല, ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറാണ്, ഇവിടേക്ക് ആളുകളൊന്നും അധികം വരുന്നില്ല, അവനിത് പ്രോഫിറ്റ് ഒന്നും കൊടുക്കാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഇത് വിട്ട് കളയാനായിട്ട് പറയും. ബോക്ചൂൺ മിണ്ടാതിരിക്കുമ്പോഴത്തേക്കിനും വേറെയും കാര്യങ്ങളുണ്ടെന്ന് ഇവന് മനസ്സിലാവും. ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ നീ ചെന്ന് ടേഹുന്റെ അടുത്ത് പറയണം. ചെയർമാൻ്റെ അടുത്തുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവും, പക്ഷേ അവൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഞാനും അവനും തമ്മിലുള്ള ബന്ധം വഷളാവും. ആ ഒരു റിലേഷൻ ഇല്ലാതാകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അവനോട് ചെന്ന് പറയാനായിട്ട് പറയുമ്പോൾ ബോക്ചൂൺ അവരാൾക്കാരെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. ടേഹുൺ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയാണ്, നമുക്ക് ഇവിടെ കൂടുതൽ ആൾക്കാരെ നിർത്തണ്ടേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഗ്യാങ് മെമ്പർ ചോദിക്കുമ്പോൾ ഇതുവരെ ചെയ്തതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ പറയാമെന്ന് സൂക്ചൂൾ പറയും. നോക്കുന്നുണ്ടെ ഡൂഷിക്കിനെ കാണത്തില്ല, അവൻ എന്ത് ചെയ്യുന്ന അന്വേഷിക്കും. മടിച്ചിട്ടാണ് അയാൾ സൂക്ചൂളിൻ്റെ അടുത്ത് എന്തോ പറയുന്നത്. ഡൂഷിക്ക് ലോൺ ഷാർക്സിന്റെ അടുത്ത് നിന്ന് വലിയ പലിശയ്ക്കാണ് ഒരുപാട് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതുവരെ അവരുടെ ഒന്നും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ അവൻ ഒളിവിൽ കഴിയുകയാണ്. പക്ഷെ അവിടെയും അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ ചെല്ലും. ഇതെല്ലാം അറിഞ്ഞിട്ട് അവിടെ ചെന്ന് സൂക്ചൂൾ അയാളെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിന്റെ പിന്നിൽ ടേഹൂൺ ആണെന്ന് അറിയുമ്പോഴത്തേക്കിനും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതാണെന്ന് സാങ്വോളിന് മനസ്സിലാവും. ചെറുവൻ പറഞ്ഞു വിട്ട് അവനെ അങ്ങ് തീർത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് നിന്റെ പൈസയും കിട്ടുമായിരുന്നല്ലോ എന്ന് സാങ്വോൾ ചോദിക്കും. ഞാൻ ചോദിച്ച പൈസയുടെ കാര്യം എന്തായി, ചെയർമാൻ പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് സൂക്ചൂൾ ചോദിക്കും. അതെങ്ങനെയാണ്, ആ ഡീല് നഷ്ടപ്പെട്ടില്ലേ, ടേഹൂൺ അത് തട്ടിക്കൊണ്ട് പോയില്ലേ, എത്ര വലിയ നഷ്ടമാണ് ചെയർമാന് വന്നത്, പിന്നെ എങ്ങനെയാണ് ആ പൈസ നിനക്ക് തരുന്നതെന്ന് സാങ്വോൾ അവനോട് ചോദിക്കും. ഒരു ഫേമസ് എന്റർടൈൻമെന്റ് ഏജൻസിന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മിയോങ്ങിന് കോള് വരും. ഞാൻ ഇയാളുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടായിരുന്നു, കവർ സോങ്സ് ഒക്കെ നന്നായിട്ടുണ്ട്, ഇയാൾ പാട്ട് എഴുതുകയും ചെയ്യുമല്ലേ, നന്നായിട്ട് പാടുന്നുണ്ട്, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് സമ്മതമാണോ എന്നാണ് സിഇഒ മിയോങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നത്. അമ്മ സൂക്ചൂളിനെ വിളിച്ചിട്ട് സങ്കടം പറയും. അച്ഛൻ ഇതുപോലെ വീട് വിറ്റിട്ട് കടമൊക്കെ തീർക്കാം, നമുക്ക് ലീസിന് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് എങ്ങാനും എടുത്തിട്ട് മാറാം എന്നൊക്കെയാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അവന് കാര്യം മനസ്സിലാവും, പൈസ എങ്ങൊന്നും ഒപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അമ്മയുടെ കോള് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും മിയോങ് അവനെ വിളിക്കും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഒരുപാട് ഫേമസ് സിംഗേഴ്സിനെയൊക്കെ ലോഞ്ച് ചെയ്ത ഒരു ഏജൻസിയാണത്. അവിടുന്ന് പെട്ടെന്ന് ഒരു കോള് വരുമെന്നൊന്നും മിയോങ് പ്രതീക്ഷിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു സമയം പെട്ടെന്ന് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് സൂക്ചൂളിന് സന്തോഷമാണ്. അവരവിടുന്ന് പോകുന്നത് മിയോങ്ങിന്റെ അമ്മയെ കാണാനായിട്ടാണ്. അമ്മ ആ സമയത്ത് ഹോസ്പിറ്റലിലെ ബഹളമാണ്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ എടുത്തെറിയും, അവിടെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അതും കണ്ടുകൊണ്ടാണ് മിയോങ് ചെല്ലുന്നത്. അവൾ ഒരുവിധമാണ് അമ്മയെ ആശ്വസിപ്പിക്കുന്നത്. അവളുടെ സന്തോഷം പങ്കുവെക്കാൻ ചെന്നതാണ് മിയോങ്. പക്ഷെ അവളെ അമ്മയ്ക്ക് ഓർമ്മയില്ല, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോവുകയും വരികയും ചെയ്യുകയാണ്. ഇപ്പൊ ചെന്നപ്പം ഓർമ്മയില്ല. അവൾക്ക് ആകെ സങ്കടമാവും. എനിക്ക് അമ്മയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം, എന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അമ്മയായിട്ട് പങ്കുവെക്കണം, അമ്മയ്ക്ക് ചെറിയ ചെറിയ പ്രോമിസസ് കൊടുക്കണം, അതൊക്കെ കീപ്പ് ചെയ്യണം, അത്രയ്ക്ക് ആഗ്രഹങ്ങളെ ഉള്ളൂ എന്നൊക്കെ മിയോങ് ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ അമ്മയുടെ അസുഖം ഭേദമാകും, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സൂക്ചൂൾ അവളെ ആശ്വസിപ്പിക്കും. മിയോങ്ങിന് പാർട്ട് ടൈം ജോബിന് പോകാനായിട്ട് സമയമാവും. അവളെ ആ കഫേയിലേക്ക് കൊണ്ടുവിട്ടിട്ടാണ് സൂക്ചൂൾ പോകുന്നത്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ സൂക്ചൂള് പ്രൊട്ടസ്റ്റ് ഒക്കെ നയിച്ചിരുന്ന ജിൻഹോയെ കാണും. ജിൻഹോയുടെ കുട്ടിയെയും വൈഫിനെയൊക്കെ മീറ്റ് ചെയ്യും. കുട്ടിക്ക് അവനെ കാണുമ്പോൾ സന്തോഷമാണ്. വൈഫാണെങ്കിൽ അവനോട് നന്ദിയൊക്കെ പറയും അന്ന് ഇയാളെ രക്ഷിച്ചതിന്. അപ്പൊ അന്ന് റീഡെവലപ്മെന്റ് കാരണം അവിടെ വീടൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം കൂടി ഒന്നിച്ചു കൂടിയിട്ട് അവരൊരു കമ്മ്യൂണിറ്റി പോലെ ഇപ്പൊ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അവരുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജിൻഹോ ഇവരുടെ അടുത്ത് ചോദിക്കും, അന്ന് ഈ ജോലി കളയാൻ പോവാണെന്ന് എന്നോട് പറഞ്ഞല്ലോ, നീ ഇത് ഉപേക്ഷിച്ചില്ലല്ലേ എന്ന്. ഞാൻ ഉടനെ തന്നെ ഉപേക്ഷിക്കും എന്ന് ഇവൻ പറയുന്നുണ്ടേ. ഇയാൾ പറയുന്നത് ഹെസിറ്റേറ്റ് ചെയ്യരുത്, നിനക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണം, കാരണം
ഈ ജോലി നമുക്ക് നല്ലതൊന്നും തിരിച്ചു തരത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലിയെ പറ്റി ഓർക്കണം. ഹെസിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത് മനസ്സിൽ വെച്ചേക്കണം. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം. എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവനെ യാത്രയാക്കുന്നത്. അങ്ങനെ ശനിയാഴ്ചയാവും പിയാനോ കൺസേർട്ടിന് ഡോക്ടർ ചാൻ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോഹി ഒളിച്ചു ചെല്ലും. അവിടെ ചെല്ലുന്നുണ്ട്, അവിടെ നിറച്ച ആൾക്കാരാണ്. അതിന്റെ ഇടയ്ക്ക് ഡോക്ടറും ഹോസ്പിറ്റൽ ഡയറക്ടറിന്റെ മോളും കൂടി അവിടെ നിൽക്കുന്നത് കാണും. രണ്ടുപേരും ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോകുന്നൊക്കെ ഇവളിങ്ങനെ നോക്കൊണ്ട് നിൽക്കും. എന്നിട്ട് ചെന്നിട്ട് എനിക്ക് അകത്തേക്ക് ചെല്ലണം, ഒരാളെ മീറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും സെക്യൂരിറ്റി കയറ്റി വിടത്തില്ല. ഇടയിൽ ടിക്കറ്റ് ഇല്ലല്ലോ, ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റി വിടാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പൊ എനിക്ക് ഒരാളെ കണ്ടാൽ മതി, അയാളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് കയറ്റി വിടത്തില്ല. അങ്ങനെ ഇവളാണെങ്കിൽ എല്ലാവരും കയറി കഴിഞ്ഞിട്ടും ഇത് തീരാൻ വേണ്ടിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. ഇയാളാണെങ്കിൽ അവിടെ നിൽക്കുന്ന വേറൊരു പെൺകുട്ടി എടുത്ത് ഈ പെൺകുട്ടി എന്താ പോവാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അവളെ കളിയാക്കി ചിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നിട്ട് അയാളുടെ അടുത്ത് ദേഷ്യപ്പെടും. നിങ്ങൾ എന്തിനാണ് എന്നെ കളിയാക്കി ചിരിച്ചത്? നിങ്ങൾ കളിയാക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാനുള്ള മൂഡിലൊന്നും അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അവര് സെക്യൂരിറ്റിയെ വിളിച്ച് ഇവളെ പുറത്താക്കും. പിയാനോ കൺസേർട്ട് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഈ പെൺകുട്ടി ഡോക്ടറെ അടുത്ത് ചോദിക്കും. നമുക്ക് വൈൻ കുടിക്കാൻ പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടറെ കയ്യിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഡോക്ടറിന് കാര്യം മനസ്സിലാവും. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണെന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് പറഞ്ഞ് ഒപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പെൺകുട്ടിയുടെ മുഖം മാറും. ഞാനിത് നേരത്തെ പറയേണ്ടതായിരുന്നു, പറയാനായിട്ട് പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഇവൻ പറയും. ഞാൻ എൻ്റെ അമ്മ നിർബന്ധിച്ചതുകൊണ്ടാണ് വന്നത്, അത് കുഴപ്പമില്ല, ഇയാൾ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് പൊക്കോളൂ എന്ന് ഈ പെൺകുട്ടി ഉടനെ പറയും. ഇത് കേൾക്കുമ്പോൾ ഇവന് സന്തോഷമാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇന്ന് നടന്നതൊന്നും ആരോടും പറയരുത്, സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് പറയും. അവരിവിടെ വന്നത് ആരും അറിയരുതെന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവും. ഇവൻ എന്നിട്ട് ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോഫിയെ വിളിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇവനെ വിളിക്കുന്ന കാണുമ്പോഴത്തേക്കിനും സോഫിക്ക് ദേഷ്യം വരും. അവൾ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. സോഫി ആ ദേഷ്യത്തിന് സോജു കുടിക്കാനായിട്ട് ഒരിടത്തേക്ക് പോകും. ജാങ്കോക്ക് ഇവള് അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടിട്ട് ഇവളുടെ പുറകെ ചെല്ലും. എന്നെ ഓർമ്മയില്ലേ, ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു, പേഷ്യന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടും. ഇയാളും ഇവിടേക്ക് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എന്റെ ജിം ഇവിടെ അടുത്താണ്, നഴ്സ് ഇങ്ങോട്ടേക്ക് കയറുന്ന കണ്ടിട്ട് ഞാനും പുറകെ വന്നതാണെന്ന് സത്യസന്ധമായിട്ട് അവൻ പറയും. എനിക്ക് ആൽക്കഹോൾ ടോളറൻസ് കുറവാണെന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും അവളുടെ കൂടെ ഇരുന്ന് സോജു പോകുമ്പോൾ കുടിക്കും. അപ്പം ഇവിടെ ആണെങ്കിൽ ഡോക്ടർ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടർ വേണ്ടേ ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് ഇവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. കുറെ നേരം കഴിയുമ്പോഴത്തേന് ഇവൻ ഫോൺ എടുത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ സോഫിയുടെ ബോയ് ഫ്രണ്ട് ആണ്, ഇനി വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും. വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അബദ്ധമായോ എന്ന് ഇവന് സംശയമുണ്ട്. പക്ഷെ ഇയാൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് സോഫി അവന്റെയും കൂടി ഡ്രിങ്ക്സിന്റെ പൈസ എല്ലാം പേ ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. യങ്സും സോഫിങ്ങിനെയും കുട്ടിയും കൂട്ടി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകും. ഇവൻ നന്നായിട്ട് കുട്ടിയെടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം വേറൊരു ടേബിളിൽ അതിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടൊരു കുട്ടി ഇരിക്കുന്നത് ഇവൻ കാണും. ഇവൻ സങ്കടത്തോടെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അമ്മ എന്ന് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരത്തില്ലേന്ന് അപ്പം അവൻ സോഫിങ്ങിൻ്റെ അടുത്ത് ചോദിക്കും. ഇന്ന് എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഇന്ന് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് കുട്ടി പറയും. കുട്ടിക്ക് സങ്കടമായിട്ടുണ്ടെന്ന് യങ്സോവിന് മനസ്സിലാവും. ഇന്ന് വരാനായിട്ട് പറ്റത്തില്ല, പക്ഷെ അടുത്തൊരു ദിവസം ഉടനെ തന്നെ വീട്ടിലേക്ക് അമ്മ വരും എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ആശ്വസിപ്പിക്കും. നാളെയാണോ വരുന്നത്, അതോ ഇനി എൻ്റെ സ്കൂളിലെ ഓപ്പൺ ഡേക്കാണോ അന്ന് എൻ്റെ കൂടെ വന്നിട്ട് ടീച്ചേഴ്സിനെ ഒക്കെ കാണുമെന്നൊക്കെ കുട്ടി ചോദിക്കും. അപ്പൊ അന്ന് ചെല്ലാമെന്ന് സോക്കിങ് സമ്മതിക്കും. കുട്ടിയെ പിരിയാനായിട്ട് സോക്കിങ്ങിന് വിഷമമുണ്ടെന്ന് യങ്സുവിന് മനസ്സിലാവും. വീട്ടിലേക്ക് വരുന്ന വഴി കുട്ടി ക്ഷീണം കാരണം ഉറങ്ങിയും പോകും. ഇയാൾ കൂടുതലൊന്നും ആലോചിക്കാനില്ല. അച്ഛനും അമ്മയല്ലേ, അവർക്ക് മനസ്സിലാവും, അവർ ക്ഷമിച്ചോളും. കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് ചെല്ലാനായിട്ട് യങ്സ് അവളോട് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയെല്ലാം സംഭവിച്ചതിന് ശേഷം ഒന്നും സംഭവിക്കാത്ത കൂട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് എനിക്ക് പറ്റത്തില്ല, അത് ഞാൻ ചെയ്യത്തില്ല, കുട്ടിയെ നീ വീട്ടിൽ കൊണ്ടുവിടണം എന്ന് സോക്കിങ് അവനോട് പറയും. സൂക്ചോളിന് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകേണ്ടി വന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് യങ്സുമാണ് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. അന്നേരം കുട്ടി ഉറങ്ങുമായിരിക്കും. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഉണരും. ഉണർന്ന് നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല, അത് കരയും. അപ്പൊ എന്ത് പറ്റി, ഇവൻ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും അല്ലേ എന്ന് ഇവൻ കുട്ടിയെടുത്ത് ചോദിക്കും. കുട്ടിക്ക് അറിയാമല്ലോ അമ്മ കണ്ട കാര്യം വീട്ടിൽ വന്ന് പറയാൻ പാടില്ല എന്ന്. കുട്ടി അതേന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയുവാണ്. എന്തുകൊണ്ടാണ് എന്റെ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത്, എന്റെ മെസ്സേജസിനെങ്കിലും മറുപടി തരണം, ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ കുറെ നേരം വെയിറ്റ് ചെയ്തായിരുന്നു, ഇപ്പൊ തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ജാങ് സോഫിക്ക് കുറെ മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ഇവളിതൊക്കെ കാണുന്നുണ്ടെങ്കിലും തിരിച്ചു വിളിക്കുകയോ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയോ ചെയ്യത്തില്ല. വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ സോഫി അവിടെ സങ്കടത്തോടെ ഇരിക്കുന്നത് കാണും. പറഞ്ഞ കാര്യം ചെയ്യാൻ സമ്മതമാണെന്ന് ലൂഷിക്ക് സാങ്കുണിന്റെ അടുത്ത് നിന്ന് പറയും. അയാൾ കത്തി എടുത്തു കൊടുക്കും. ആരെയാണ് കൊല്ലേണ്ടതെന്ന് നിനക്ക് അറിയണ്ടേ, ടെഹൂണിനെയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഡൂഷിക്കിന്റെ ഒരു ഞെട്ടലുണ്ട്. പക്ഷെ അവന് പൈസയുടെ ആവശ്യമുണ്ട്. സമ്മതിച്ചും പോയി, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൃത്യം ചെയ്തതിനു ശേഷം നീ ഒളിവിൽ പോകണം, 1 മാസത്തേക്ക് എവിടെയെങ്കിലും ഒളിവിൽ കഴിയണം, അതിനുശേഷം പിടികൊടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് അയാള് ഡൂഷിക്കിന് ഉറപ്പ് കൊടുക്കും.
ടേഹൂൺ ഏർപ്പാടാക്കിയ ഫോട്ടോഗ്രാഫർ രഹസ്യമായിട്ട് മിയോങ്ങിനെ സൂക്ചൂള് രാവിലെ കഫേയുടെ ഫ്രണ്ടിൽ കൊണ്ടിറക്കുന്ന ഫോട്ടോസ് എല്ലാം എടുത്ത് ടേഹൂണിന് അയച്ചു കൊടുക്കും. അവൻ അതെല്ലാം നോക്കിയിട്ട് ഇവളെവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ല. സൂം ചെയ്ത് നോക്കും. അങ്ങനെ കഫേയുടെ പേരൊക്കെ കിട്ടും. അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ചെൻഹോയുടെ അടുത്ത് ഞാൻ കാർ എടുക്കുവാണ്, നീ നേരത്തെ വീട്ടിലേക്ക് പൊക്കോളൂ, നീ എൻ്റെ കൂടെ വരണ്ട, എനിക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. ടേഹൂണിനെ കാണുമ്പോൾ തന്നെ മിയോങ്ങിന്റെ മുഖം മാറും. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. കസ്റ്റമറായിട്ടാണല്ലോ ചെല്ലുന്നത്, അപ്പം ഡീൽ ചെയ്താലേ പറ്റത്തുള്ളൂ. അവൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അവൻ പറയും. ഇയാൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റുന്നതും വാങ്ങാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. തൽക്കാലം ബുദ്ധിമുട്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ ഇങ്ങനെ കോഫി കുടിക്കാനായിട്ട് സമയം കണ്ടെത്തിയാൽ മതി. ഇയാളുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് എളുപ്പ വഴികളുണ്ടെന്ന് ഇവൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും മിയോങ്ങിന് ദേഷ്യം വരും. മറ്റൊരാളുടെ പൈസ വെച്ചിട്ട് എനിക്ക് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വന്തമായിട്ട് നേടിയെടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് വരരുത്, എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത് പറഞ്ഞു. ഇയാള് സൂക്ചൂളിനെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടു. അവനെ എനിക്ക് നല്ലതുപോലെ അറിയാം. സ്വന്തമായിട്ട് എന്തെങ്കിലും കഷ്ടപ്പാടോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ ആരോടും അവൻ പറയത്തില്ല, സ്വന്തമായിട്ട് സഹിക്കത്തേ ഉള്ളൂ. പക്ഷെ മറ്റൊരാൾക്ക് എന്തെങ്കിലും സങ്കടമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവനത് സഹിക്കാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യമാണ് അവന് ചിന്ത. അതുകൊണ്ട് തന്നെ നീ എന്നോട് ഇങ്ങനെ പെരുമാറുവാണെങ്കിൽ ഈ ദേഷ്യമെല്ലാം ഞാൻ തീർക്കുന്നത് അവനോടായിരിക്കും എന്ന് ടേഹൂൺ മിയോങ്ങിന്റെ അടുത്ത് പറയും. അതേ സമയത്താണ് സൂക്ചൂൾ മിയോങ്ങിനെ കാണാനായിട്ട് അവിടേക്ക് വരുന്നത്. ടേഹൂണിന്റെ ഭീഷണിയൊക്കെ ഒരു ഞെട്ടലോടെയാണ് മിയോങ് കേൾക്കുന്നത്.